എറണാകുളം ജില്ലയിൽ ഇന്നൊരു പൊതുവിലൊരു തെളിച്ചമുണ്ട്. രാവിലെ ചില പ്രദേശങ്ങളിൽ നേരിയ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റ് ഒരിടത്തും മഴ പെയ്തിട്ടില്ല. ജില്ലയുടെ മലമ്പ്രദേശങ്ങളായ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെയും ചെല്ലാനം, എടവനക്കാട് മേഖലകളിലായിരുന്നു കടലാക്രമണം രൂക്ഷമായിരുന്നത്. ഇതിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. കടലാക്രമണം രൂക്ഷമായിട്ടും അത് തടയാൻ നടപടിയില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് എടവനക്കാട് മേഖലയിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഏതാണ്ട് 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ റോഡ് ഉപരോധവും മറ്റും നടന്നിരുന്നു. തുടർന്ന് ADM-ഉം ഒപ്പം ജില്ലാ കളക്ടറും സ്ഥലത്തെത്തിയിരുന്നു. ഇന്ന് 12 മണിക്ക് ജില്ലാ കളക്ടർ ചർച്ചകൾക്ക് വേണ്ടി പ്രതിനിധികളെ അവിടേക്ക് വിളിച്ചിട്ടുമുണ്ട്. അണിയൽ പ്രദേശത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് തുടങ്ങും. വർഷങ്ങളായി ഈ കടലാക്രമണം ഉണ്ട്, പരാതി പറഞ്ഞ് മടുത്തു. പക്ഷേ ഇതേവരെ അത് പരിഹരിക്കുന്നതിന് ഒരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ആളുകൾ പറയുന്നത്. കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് കടലാക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. പല ആളുകളും താൽക്കാലികമായെങ്കിലും വീടൊഴിഞ്ഞ് പോകേണ്ടി വന്നിരിക്കുന്നു. ബന്ധുവീടുകളിലേക്കും മറ്റും പോകേണ്ടി വന്നിരിക്കുന്നു. വൈപ്പിൻ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഏവരും ഉന്നയിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വഴിതടയിലും ഹർത്താൽ പരിപാടികളുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്തെങ്കിലും ഒരു ധാരണയായിട്ടുണ്ടോ? ധാരണ ഇന്നിപ്പോൾ ചർച്ച വെച്ചൊക്കെയാണ്. അതിൽ ഇന്നലെ റവന്യൂ മന്ത്രിയായിട്ട് കളക്ടർ ഒരു ചർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ് ഇന്നലെ ഡെപ്യൂട്ടി കളക്ടർ ഇവിടെ സ്ഥലത്ത് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഡെപ്യൂട്ടി കളക്ടർ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ചെല്ലാനം മോഡൽ ഒരു ടെട്രാപോഡിൻ്റെ പദ്ധതി DPR കളക്ടറേറ്റിൽ നിന്ന് സമർപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിലേക്ക്. അതിൻ്റെ കാര്യം ഞങ്ങൾ ആദ്യം നിന്ന് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുണ്ടായില്ല. ഇനി ആ ടെട്രാപോഡിൻ്റെ പ്രവർത്തനം, അതാണ് ഞങ്ങളുടെ മെയിൻ ആവശ്യം തന്നെ. ടെട്രാപോഡ് സ്ഥാപിക്കുക എന്നുള്ളത്. ഇത് 2004 സുനാമി ഉണ്ടായി. ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ് ഈ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടലേറ്റം എന്ന് പറയുന്നത് കടൽ ആക്രമണമല്ല, ഇത് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടൽ കയറുന്ന പരിപാടി നായരമ്പലം പുത്തങ്കടപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എടവനക്കാടാണ് രൂക്ഷമായിട്ടുള്ളത്. ഇപ്പോൾ ഈ 25 കിലോമീറ്ററുള്ള വൈപ്പിൻ തീരപ്രദേശത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾ ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇത് വരുന്നത്. അവരുടെ വീടുകൾ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിരോധനത്തിനിടയിൽ അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റും. ഇത് ജനപ്രതിനിധികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഇത് വൈപ്പിൻ മണ്ഡലമല്ലേ? ജനപ്രതിനിധികൾ എല്ലാവരും ഇവിടെ വന്ന് നോക്കി പോയിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കാൻ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, ഒന്നിനും വേണ്ടി. ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളവിടെ വന്നപ്പോൾ പലപ്പോഴും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്തോരം കഷ്ടപ്പെടും. ഒന്നാമതേ പണിക്കും മുകളിലൊന്നും ഇത്രയും കഷ്ടപ്പെടും. അതിൻ്റെ ഇടയ്ക്ക് ഈ വെള്ളവും കയറും. സമരത്തിനും വന്നു. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഒന്ന് ആലോചിച്ചു. ഞങ്ങൾ പറയുന്നത് വേറെ ഒന്നുമല്ല. ഞങ്ങളൊരാളും മരിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നുകൊണ്ട് ആ ബോഡി കൊണ്ടുപോകുന്നത് ഞങ്ങൾ മഞ്ചൽ അന്വേഷിക്കേണ്ടി വരും. ഒന്നുകൊണ്ടുപോയി പോകാൻ പറ്റുള്ളൂ. ആ ഒരവസ്ഥയാണ്, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേറെ ഈ കേരളത്തിൽ വേറെ ഒരു നാട്ടിലുണ്ടാവില്ല ഇതുപോലത്തെ അവസ്ഥ. ആ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇപ്പോൾ ചെല്ലാനങ്കാർ പറയുന്ന അവർക്ക് ടെട്രാപോഡ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് സ്ഥാപിച്ച മേഖലകളിൽ. അത് തന്നെയാണ് നിങ്ങളുടെയും ആവശ്യം. അത് ടെട്രാപോഡ് വെച്ച് സീവാൾ പണിതാൽ അതിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾക്ക് റോഡും കിട്ടും. കാരണം ഈ വൈപ്പങ്കരയിൽ 25 കിലോമീറ്റർ നീളത്തിൽ ആകെ റോഡില്ലാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എടവനക്കാട് പഞ്ചായത്തിൻ്റെ തീരപ്രദേശം മാത്രമേ ഉള്ളൂ. ഈ റോഡിന് ബദൽ റോഡ് എന്നുള്ളത് ഈ തീരപ്രദേശത്തെ റോഡാണ്. ആ റോഡിന് ഇവർ മൈൻഡ് നടക്കുന്നില്ല. കാരണം ഇതുപോലൊരു സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈപ്പങ്കര മൊത്തം സ്തംഭിച്ചു പോകും. അപ്പോൾ അതിന് ജനങ്ങൾക്ക് ഒരു സൗകര്യം എന്നുള്ള രീതിയിൽ ആ വഴി തുറന്നു വിടാൻ പറ്റും. കാരണം ഞങ്ങൾ സമരം ചെയ്യേണ്ടത് ഞങ്ങൾ സമരം ചെയ്താലും നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പണ്ട് മുതൽ നമ്മൾ ശീലിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ കാരണം 25 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദന എല്ലാ നേതാക്കന്മാരും മാറി മാറി ഭരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയാറുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കം പറയുന്നത് തീരദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും കേരളത്തിൻ്റെ സേന എന്നാണ് പറയുന്നത്. അതുകൂടാണ്ട് നേവിയുടെയും കോസ്റ്റൽ പോലീസിൻ്റെയൊക്കെ മീറ്റിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് തീരദേശത്തിൻ്റെ കാവൽക്കാരെന്നാണ്. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് അവർ തരുന്നില്ല, ഈ ആനുകൂല്യങ്ങളൊന്നും. കാവൽക്കാർക്ക് കാവലില്ലാത്ത അവസ്ഥയാണ്. ആൾക്കാർക്ക് കാവലില്ലാതെ കുടുംബത്തിൽ അന്തി ഉറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. കൊച്ചുമക്കളുമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഞങ്ങൾക്ക്. ഭയപ്പാടാണ്. കാരണം കടലിനോട് മെല്ലടിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കടലിന് കരയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ് ഇപ്പോൾ. അതാണ് ഞങ്ങൾ ഇന്നത്തെ അന്തരീക്ഷം. ഈ ഒരു സമരം നടത്തുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണേ. എല്ലാവരും അന്നേന്ന് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഭൂരിഭാഗവും. പ്രത്യേകിച്ച് മത്സ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങളിത് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത്. ഈ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടാണോ ഇന്നത്തെ പ്രതിഷേധ പരിപാടി? തീർച്ചയായിട്ടും എല്ലാ സമുദായങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ജാതിഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത ഒരു സമരമാണ്.